അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രപഞ്ച മഹാവിസ്ഫോടനം ഖുർആന്റെ ദൃഷ്ടി എന്നതാണ്. നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകം വർഷങ്ങളോളം ഗവേഷണം നടത്തി. അതിന്റെ ഫലമായി ബിഗ് ബാങ് എന്ന തിയറി ശാസ്ത്രലോകം അവതരിപ്പിച്ചു. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ പ്രാരംഭാവസ്ഥയിൽ നിന്ന് വികസിക്കാൻ തുടങ്ങിയെന്നാണ് ബിഗ് ബാങ് തിയറിയിൽ പറയപ്പെടുന്നത്. എന്നാൽ അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. ആകാശങ്ങളും ഭൂമിയും ഒന്നിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് നാം അവയെ വേർപെടുത്തിയെന്നും അവർ കാണുന്നില്ലയോ? ഈ ആയത്തിനെ കുറിച്ച് ചില ആധുനിക പണ്ഡിതന്മാർ പറയുന്നു, ഇത് ബിഗ് ബാങ് സിദ്ധാന്തവുമായി യോജിക്കുന്നതായി തോന്നുന്നു എന്നാണ്. എന്നാൽ ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല. അത് മനുഷ്യരെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന മാർഗദർശന ഗ്രന്ഥമാണ്. ഈ ആയത്തിൻ്റെ അവസാനം അള്ളാഹു ചോദിക്കുന്നു, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിച്ചില്ലേ? അതാണ് ഈ ആയത്തിന്റെ പ്രധാന സന്ദേശം. പ്രപഞ്ചത്തിന്റെ വിശാലതയും ക്രമവും കാണുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നാം കൂടുതൽ അറിയുകയും അവനിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ശാസ്ത്രം പ്രപഞ്ചം എങ്ങനെ വികസിച്ചു എന്ന് പഠിപ്പിക്കുന്നു. ഖുർആൻ നമ്മെ ആരാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് എന്ന് പഠിപ്പിക്കുന്നു. രണ്ടും പരസ്പരം വിരോധിക്കുന്നതല്ല. സത്യസന്ധമായ ശാസ്ത്ര പഠനം മനുഷ്യനെ സൃഷ്ടാവിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കേണ്ടതാണ്.